ജീവിതം ഇന്ന് കോമ്പറ്റീറ്റീവാണ്. വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയാണ്, മത്സരം കൂടിയിട്ടുണ്ട് എല്ലാ ഫീൽഡിലും. അപ്പോൾ ചേരണമെന്നുള്ളവർ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് തന്നെ ചേരുക. ഇനി നാവികസേനയിലെ വിവിധ ബ്രാഞ്ചുകളും വിവിധ കപ്പലുകളും വിമാനങ്ങളും സംഭരണവും അതിനെക്കുറിച്ചൊരു ചെറിയൊരു വിവരണം നൽകാം ഞാൻ. നേവിയിൽ പ്രധാനമായിട്ടും ബ്രാഞ്ചുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്, അതിൻ്റെ ഭരണവും കമാൻഡും കൺട്രോളും എല്ലാം നോക്കുന്നത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചാണ്. ഷിപ്പ് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നതാണ് മറൈൻ എഞ്ചിനീയേഴ്സ്, ഷിപ്പിൻ്റെ എഞ്ചിനീയറിങ്ങും. അതുപോലെ മുകളിലോട്ട് പോകുന്നതോറും ബാക്കിയുള്ള ടാസ്കുകൾ നോക്കുന്നത് എഞ്ചിനീയറിംഗ് ട്രെയിനിങ്, എഞ്ചിനീയറിംഗ് റിക്വയർമെൻറ്റ്സ് എല്ലാം നോക്കുന്നത് മറൈൻ എഞ്ചിനീയേഴ്സ് ഉണ്ട്. പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, വെപ്പൺസ് മെയിൻ്റനൻസ് എല്ലാം ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രിക്കൽ ഓഫീസേഴ്സ് നോക്കും. ലീഗൽ ആസ്പെക്ട്സ് പലതും ഉണ്ടാകാറുണ്ട്. കാരണം കോർട്ട് കേസുകളുണ്ടാവും. നമ്മുടെ നേവിക്കകത്ത് തന്നെ ചില ഡിസിപ്ലിനറി കേസുകളുണ്ടാവും. സിവിലിനല്ലാതെ പോലെ നേവിക്കകത്ത് തന്നെ അതിൻ്റെ കോർട്ട് മാർഷൽ രൂപീകരിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീഡിങ്സ് നോക്കാനും ലീഗലായിട്ടെല്ലാം ശരിയാണെന്ന് നോക്കാനും ലീഗൽ ഓഫീസേഴ്സ് ഉണ്ടാവും, നേവൽ ലോ ഓഫീസേഴ്സ്. എഡ്യൂക്കേഷൻ ബ്രാഞ്ച് ഉണ്ട്. അതായത് പല ഫീൽഡിലും ട്രെയിനിങ് നൽകുമ്പോൾ ഇംഗ്ലീഷ്, ഫിസിക്സ്, കണക്ക് ഇതെല്ലാം പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നേവി ചേരുന്ന എല്ലാ ഓഫീസേഴ്സും BTech ക്വാളിഫൈ ചെയ്യണമെന്നുണ്ട്. നേവൽ അക്കാഡമിയിൽ 10+2 BTechനാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ സയൻസ് സബ്ജക്റ്റും ഇംഗ്ലീഷും എല്ലാം പഠിപ്പിക്കാനായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവരെ എഡ്യൂക്കേഷൻ ഓഫീസേഴ്സായിട്ട് എടുക്കാറുണ്ട്. മെഡിക്കൽ ബ്രാഞ്ച് എല്ലാ സർവീസസിനും ഉണ്ടാവും. കാരണം ഷിപ്പിലായാലും ഷോറിലായാലും മെഡിക്കൽ അത്യാവശ്യമായിട്ട് സഹായിക്കേണ്ടത്. നമ്മുടെ ഒരു ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജുണ്ട് പൂനെയിൽ. അതുവഴിയും അല്ലാതെ MBBS വഴി പഠിച്ചവർക്കും ഷോർട്ട് സർവീസ് കമ്മീഷൻ്റെ ഓഫീസറായിട്ട് സർവീസസ് ചേരാം, മെഡിക്കൽ ഓഫീസേഴ്സ്. പിന്നെ കൺസ്ട്രക്ടേഴ്സ്, നേവൽ ആർക്കിടെക്ട്സ് ഉണ്ട്. അവരാണ് ഷിപ്പിൻ്റെ ഡിസൈനും കൺസ്ട്രക്ഷൻ്റെ സൂപ്പർവിഷനും എല്ലാം നോക്കുന്നത്. അങ്ങനെ പലതരം ബ്രാഞ്ചുകളുണ്ട്. ഇനി നേവിക്ക് ഒരു മൾട്ടി ഡയമെൻഷണൽ റോളാണുള്ളത്. നേവി എന്ന് പറയുന്നത് വെറുതെ 2 ഷിപ്പ് കൊണ്ടുപോയിട്ട് ചെയ്യുന്നതല്ല. 3 ഡയമെൻഷണൽ, എബോവ് സർഫസ്, അണ്ടർ സർഫസ്, സർഫസ്, 3 വശത്തും കഴിവുള്ളതാണ് ഇന്ത്യൻ നേവി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സർഫസിൽ നോക്കുകയാണെങ്കിൽ ഷിപ്പുകൾ എല്ലാവർക്കും സുപരിചിതമാവുന്ന ഒന്നാണ് INS വിക്രാന്ത്, എയർക്രാഫ്റ്റ് കാരിയർ. എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറയുമ്പോൾ ഷിപ്പ് വളരെ സൗകര്യപ്രദമായി ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നും വിമാനങ്ങൾ പറന്നു പോകുകയും തിരിച്ചിറങ്ങാനും സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. നമ്മൾ ഷിപ്പ് എന്ന് പറയുമ്പോൾ, നേവി എന്ന് പറയുമ്പോൾ അതിർത്തി എവിടെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് അതിർത്തി എന്ന് നോക്കുക. നമ്മൾ പറയുന്ന ശത്രുവിൻ്റെ തീരം, അവിടെയാണ് നമ്മുടെ അതിർത്തി. അവിടെ വരെ നമ്മുടെ നേവൽ ഷിപ്പ് പോകും. ഇൻ്റർനാഷണൽ റെഗുലേഷൻസ് അനുസരിച്ച് എല്ലാ രാജ്യങ്ങൾക്കും 12 നോട്ടിക്കൽ മൈലാണ് ടെറിട്ടറിയൽ വാട്ടേഴ്സ്. അതിൽ എൻ്റർ ചെയ്യാൻ മാത്രം രാജ്യത്തിൻ്റെ പെർമിഷൻ വേണം. 13ാമത്തെ മൈലിൽ നമുക്ക് എന്തും ചെയ്യാം. ഒബ്വിയസ്ലി ഫയർ ചെയ്യാൻ പറ്റില്ല അവിടെ. പക്ഷേ അപ്പോൾ അതിനു വേണ്ടി അപ്പോൾ നമ്മൾ വളരെ ദൂരെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കരുത്തുറ്റ നേവി എന്ന് പറയുമ്പോൾ എവിടെയും ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. നമുക്ക് ശക്തമായ ഒരു എയർഫോഴ്സ് ഉണ്ട്. അവർക്ക് എല്ലാ പ്ലെയിൻ ആവശ്യമുള്ള ഫൈറ്റർ കവറേജുകൾ തരാൻ കഴിയും നമ്മുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ പാകിസ്ഥാനുമായിട്ട് പോകുകയാണെങ്കിൽ. പക്ഷേ അവിടെ വിട്ട് കഴിഞ്ഞ് ഗൾഫ് ഓഫ് എയ്ഡനിലോ അമേരിക്കൻ തീരത്തോ ഓസ്ട്രേലിയ തീരത്തോ ഒക്കെ പോകുമ്പോൾ എന്ത് വേണം, നമ്മുടെ തന്നെ പ്ലെയിൻ കൂടെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതിനാണ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ടാക്കുന്നതും ആ വിമാനങ്ങൾ അതിൽ കൊണ്ടുപോയി പറത്തുകയും ചെയ്യുന്നത്. അപ്പോൾ എയർക്രാഫ്റ്റ് കാരിയറുള്ള നേവികളെ വ്യത്യസ്തമായിട്ടാണ് മറ്റുള്ള രാഷ്ട്രങ്ങളും കാണാറുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ചൈന ആദ്യമായിട്ടൊരു എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ടാക്കിയത്. അന്ന് വരെയും ചൈനയ്ക്ക് ഇന്ത്യയോടുണ്ടായിരുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റാണ് ഇന്ത്യൻ നേവിക്ക് എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ചൈന വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സർവീസിൻ്റെ സ്ട്രെങ്ത് നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ്. പവർ പ്രൊജക്ഷന് ഉപയോഗിക്കാം, എവിടെയും കൊണ്ടെത്തിക്കാം എയർക്രാഫ്റ്റ് കാരിയേഴ്സ്. അത് കഴിയുമ്പോൾ വരാറുള്ളത് ക്രൂസേഴ്സ്. പണ്ടൊക്കെ ക്രൂസേഴ്സ് ഉണ്ടായിരുന്നു. വലിയ വലിയ ഉടൻ ഷിപ്പുകളും പലതരത്തിലുള്ള ഗൺസ് ഫിറ്റ് ചെയ്ത്. ഇന്ന് ആ ഒരു വലിയ ടണ്ണേജിൻ്റെ പ്രസക്തി കുറഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മുടെ ഉദ്ദേശം ഇന്ന് എത്രത്തോളം സ്ലീക്കായിട്ടൊരു ഷിപ്പ് ഉണ്ടാക്കാമോ. പണ്ട് വിഷ്വൽ റേഞ്ചിലായിരുന്നു ഫൈറ്റിംഗ് എങ്കിൽ ഇന്ന് ഓവർ ദ ഹൊറൈസൺ റേഞ്ച് എന്ന് പറയും. നമുക്ക് തമ്മിൽ കാണാൻ കഴിയാത്ത സ്ഥലങ്ങളിലോട്ടാണ് നമ്മൾ മിസൈലും ഗണ്ണും ഒക്കെ ഫയർ ചെയ്യുന്നത്. അപ്പോൾ റഡാറിൽ വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ റഡാർ സിഗ്നേച്ചർ കുറഞ്ഞിരിക്കണം.
അതനുസരിച്ചിട്ട് ഷിപ്പ് കൺസ്ട്രക്ഷൻ വരുമ്പോൾ ഉള്ള അടുത്ത കാപ്പബിൾ ആയിട്ടുള്ള ഷിപ്പുകളാണ് ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുന്നത്. ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുമ്പോൾ മൾട്ടിപർപ്പസ് വെപ്പൺസ് കാര്യങ്ങൾ കാണാതെ ഗൺട്രി സർഫസിലോ എയറിലോ ഷൂട്ട് ചെയ്യാനുള്ള ഗൺട്രി, സമ്മറിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ടോർപിഡോസും ആൻറ്റി സമ്മറിൻ റോക്കറ്റ്സും അതിനുള്ള കഴിവ്, കൂടെ ഹെലികോപ്റ്റേഴ്സും എല്ലാം ഷിപ്പിൽ കാണും. വളരെ സ്പീഡും എജൈലുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഷിപ്പുകളാണ് ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുന്നത്. ഇന്നലെ പലരും ന്യൂസിൽ കണ്ടു കാണും INS സൂററ്റ് എന്ന് പറഞ്ഞ പുതിയ ഒരു ഡിസ്ട്രോയർ ഷിപ്പ് മിസൈൽ ഫയർ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ഡിസ്ട്രോയേഴ്സ് ഉണ്ട്. അത് കഴിയുമ്പോൾ ഫ്രിഗേറ്റ്സ് എന്ന് പറയും. ഫ്രിഗേറ്റ്സ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ സിംഗിൾ പർപ്പസ് ആയിരിക്കും. ഡിസ്ട്രോയറും ഫ്രിഗേറ്റുമായിട്ടുള്ള വ്യത്യാസം, ഏറ്റവും വലിയ വ്യത്യാസം, പ്രൈമറി വെപ്പൺ ഒരു ഡയറക്ഷനിൽ ആസ്പദമാക്കിയായിരിക്കും. അതായത് സർഫസ് വെപ്പൺസ്, ഗൺട്രി വെപ്പൺസ് താല്പര്യമുള്ള ഗൺട്രി സർഫസ് ഫ്രിഗേറ്റ്സ് ആണ്, അല്ലെങ്കിൽ ASW ഫ്രിഗേറ്റ്സ് ആണ്. അങ്ങനെയുള്ള കുറച്ചുകൂടെ ചെറിയ ഷിപ്പുകളാണ്. പക്ഷേ അത് തീരെ ചെറുതല്ല, 3000-4000 ടണ്ണേജ് ഉള്ളതായിരിക്കും ഫ്രിഗേറ്റ്സും. അതിനൊക്കെയാണ് ഫ്രിഗേറ്റ്സ് തന്നെ. പിന്നെ കോർവെറ്റ് എന്ന് പറയുന്നത്. ഇനി ഫ്രിഗേറ്റ്സ് എന്ന് പറയുമ്പോൾ സിംഗിൾ ആണ് പ്രൈമറി കാപ്പബിലിറ്റി എങ്കിലും ബാക്കിയുള്ളതിനെ പൊരുതി നിർത്താനുള്ള എന്തെങ്കിലുമൊക്കെ ഏർപ്പാട് കാണും. ഒരു ഗൺട്രി സർഫസ് വാർഫെയർ വെസൽ ആണെങ്കിൽ പോലും അതിൽ ആൻറ്റി സബ്മറൈൻ റോക്കറ്റ്സും മറ്റുമൊക്കെ കാണും. അതാണ് ഫ്രിഗേറ്റ്. ഒരു ഡിസ്ട്രോയറെ പോലെ എല്ലാ വെപ്പണും ചേർന്ന് കഴിവാണെന്നില്ല. ഇനി കോർവെറ്റ്സ് എന്ന് പറയും. കോർവെറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്യുവർലി സിംഗിൾ പർപ്പസാണ്. ഗൺട്രി എന്ന് പറഞ്ഞാൽ 2 ഗൺട്രി വെപ്പൺ മാത്രം കാണും. ഫ്രിഗേറ്റ്സിനെക്കാട്ടിലും ചെറുതായിരിക്കും. ഒരു 800 തൊട്ട് 1200 വരെ ടണ്ണേജുള്ള ഷിപ്പുകളായിരിക്കും. അപ്പോൾ സ്പീഡായിട്ട് പോയി ഒരു മിഷൻ ചെയ്യുക വരിക. അല്ലെങ്കിൽ ASW ഫ്രിഗേറ്റ്സ് സബ്മറൈൻസിനെതിരായിട്ട് പൊരുന്ന ഇതാണ് കോർവെറ്റ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇൻവേർഡ് ഡിഫൻസ് ബോട്ടുകൾ, മിസൈൽ ബോട്ടുകൾ, മൈൻ സ്വീപ്പേഴ്സ്. മൈൻ സ്വീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മൈൻ വാർഫെയറിലെ എനിമി വന്നിട്ട് നമ്മുടെ ഹാർബറിൻ്റെ ചുറ്റും മൈനിടാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും ഒരു ഏറ്റവും ചീപ്പ് വാർഫെയർ ആണ്, ചിലവ് കുറഞ്ഞ രീതിയിലുള്ള വാർഫെയറാണ് മൈൻ വാർഫെയർ. നിബന്ധനകൾ കൂടുതലുള്ളത് കാരണം മൈൻ വാർഫെയർ അത്ര പോപ്പുലർ അല്ലെങ്കിലും, കാരണം ഒന്ന് മൈൻ ഇടുകയാണെങ്കിൽ ആ ഏരിയ ഇടുന്നവർ ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ലൊക്കേഷനല്ല, ബോംബെ ഹാർബർ ഞങ്ങൾ മൈൻ ചെയ്തിരിക്കുകയാണ് ഇന്ന കോർഡിനേറ്റിനകത്ത്. കാരണം ഏതെങ്കിലും മർച്ചൻ്റ് നേവി ഇതറിയാതെ കയറി പൊട്ടുകയാണെങ്കിൽ അവരുടെ കോമ്പൻസേഷനും നാശനഷ്ടം മുഴുവൻ ഇട്ട രാജ്യം കൊടുക്കണം. അല്ലെങ്കിൽ പ്രൊമുൾഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കയറാൻ പാടില്ല മൈൻ സ്വീപ്പേഴ്സ്. ഇന്ത്യൻ നേവി നമ്മൾ പോയി സാനിറ്റൈസ് ചെയ്ത ശേഷം പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈൻ സ്വീപ്പേഴ്സ് ഉണ്ട്. മൈൻ വാർഫെയറിനെതിരായിട്ട് മൈൻ ലേ ചെയ്യുന്നത് സബ്മറൈൻ വഴിയും ലേ ചെയ്യാറുണ്ട്. പിന്നെ ഹാർബർ പെട്രോളിങ്ങിനുള്ള ചെറിയ ചെറിയ ബോട്ടുകളുണ്ട്. ഇപ്പോൾ കൊച്ചിയിലുള്ള ട്രിങ്കറ്റ് അങ്ങനെയുള്ള ഷിപ്പുകളുണ്ട്. പിന്നെ ഓഫ്ഷോർ പെട്രോളിംഗ് വെസൽസ് ഉണ്ട്. കൂടുതലും പീസ് ടൈമിന് നമ്മൾ പെട്രോളിങ്ങിനായിട്ട് അയക്കുന്ന സുഭദ്ര, സുകന്യ, സാവിത്രി എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഷിപ്പുകൾ. ചെറിയ വെപ്പൺസ് മാത്രം കാണും, വലിയ ഫൈറ്റിംഗ് ക്യാപ്പബിലിറ്റി ഉണ്ടാവില്ല. ഹെലികോപ്റ്റർ ഉണ്ടാവും. പക്ഷേ ഒരു സർവൈലൻസ് പീസ് ടൈമിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഓഫ്ഷോർ പെട്രോൾ വെസൽസ്. അത് കൂടുതൽ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബോംബെ ഹൈ ഓയിൽ റിഗ്സ് ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. കാക്കിനാട ഓയിൽ എക്സ്പ്ലോറേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെയൊക്കെ ഒരു നെവൽ പ്രസൻസ് കാണിക്കാനായിട്ട് ഓഫ്ഷോർ പെട്രോൾ വെസൽസാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട രീതിയിലുള്ള ഷിപ്പുകൾ. ഇനി നോക്കുകയാണെങ്കിൽ സബ്മറീൻസ് ഷിപ്പ് ഏറ്റവും വലിയ സ്ഥലത്താണ്. എന്താണ് രഹസ്യമായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. വെള്ളത്തിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല. ആൻറ്റി സബ്മറീൻ ഷിപ്പുകൾ പോലും ഉപയോഗിക്കുമ്പോൾ അവർ ഈ സോണാർ ഉപയോഗിച്ചിട്ടാണ് സബ്മറീൻ കണ്ടുപിടിക്കാറുള്ളത്. സോണാർ വേവിൻ്റെ ട്രാൻസ്മിഷനും അതിൻ്റെ പ്രചരണവും എല്ലാം വളരെയധികം ഫാക്ടേഴ്സ് അനുസരിച്ചാണ്. സീ വാട്ടറിൻ്റെ ഡെൻസിറ്റി, ടെമ്പറേച്ചർ, പ്രഷർ ഇതെല്ലാം നോക്കിയിട്ട്. അപ്പോൾ എപ്പോഴും സബ്മറീൻ സൈലൻ്റ് ആയിരിക്കും, കണ്ടുപിടിക്കും. സബ്മറീനിൽ തന്നെ മുമ്പൊക്കെ കൺവെൻഷണൽ സബ്മറീൻസ് എന്ന് പറഞ്ഞിട്ട് ബാറ്ററി ഉപയോഗിച്ചാണ് സബ്മറീൻ ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് 24 മണിക്കൂറിലൊരിക്കൽ ഷിപ്പ് സബ്മറീൻ പൊങ്ങിയിട്ട് സ്നോട്ടിട്ട് എഞ്ചിൻ ഓടിക്കണം, ബാറ്ററി ചാർജ് ചെയ്യണം. അപ്പോൾ അത് കണ്ടുപിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിന് ഓവർകം ചെയ്യാനാണ് നമ്മളിപ്പോൾ ന്യൂക്ലിയർ സബ്മറീൻസിന് പോയിട്ടുള്ളത്. ന്യൂക്ലിയർ സബ്മറീൻസ് ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ച് പ്രൊപ്പൾഷൻ നടത്തുന്ന കാരണം മാസങ്ങളോളം പുറത്തു വരാതെ വെള്ളത്തിൻ്റെ അടിയിൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സ്പീഡ്
ആവശ്യം പോലെ കിട്ടും. കാരണം ന്യൂക്ലിയർ പവർ ഒരു ചെറിയൊരു ഫിഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന പവർ ബാറ്ററി പവർ ഉപയോഗിച്ച് കിട്ടില്ല. വെള്ളത്തിൻ്റെ അടിയിൽ ഒരുപാട് റെസിസ്റ്റൻസ് ആണ്. അപ്പം അങ്ങനെ ന്യൂക്ലിയർ മിസൈൽസ് ഉണ്ട്. ന്യൂക്ലിയർ സബ്മറീൻസ് ഉണ്ട്. അത് ട്രയാഡ് എന്ന് പറയുന്ന നമ്മുടെ ന്യൂക്ലിയർ വാർഫെയർ എഫക്റ്റീവ് ആകണമെങ്കിൽ ട്രയാഡ് നമുക്ക് 3 വശത്തും അതിൻ്റെ ക്യാപ്പബിലിറ്റി ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ഡിറ്ററൻറ്റ് പവർ എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഷോറിൽ എവിടെയെങ്കിലും ഫിക്സ്ഡ് മിസൈൽ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കും അതിൻ്റെ കോർഡിനേറ്റ്. നാളെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അവർ ആ കോർഡിനേറ്റ് പോയിൻ്റ് ചെയ്തിട്ട് ഒരു മിസൈൽ അറ്റാക്ക് നടത്തിയാൽ നമ്മുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി തന്നെ നാശമാവും. അതേസമയം സൈലോസ് ഇത് പെട്ടികളിൽ സൂക്ഷിച്ചിട്ട് ട്രക്കുകളിൽ ഓപ്പറേറ്റ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ലോഞ്ച് ചെയ്യുക. ഒരു ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റിയും കിട്ടും. അതും കണ്ടുപിടിക്കപ്പെടാനുള്ളതുണ്ട്, എയർ ലോഞ്ച്ഡും. മൂന്നാമത്തെ ഏറ്റവും വലിയ എഫക്റ്റീവായിട്ടുള്ള ഇതാണ് സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസ്. സബ്മറീൻ എവിടെ നിന്ന് വന്നെന്നോ എവിടെ ആണിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നോ കണ്ടുപിടിക്കാൻ വളരെയധികം കഷ്ടപ്പെടും. അപ്പോൾ അഥവാ പാകിസ്ഥാൻ തന്നെ ഇരിക്കുന്നു, ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് യുദ്ധത്തിന് മുമ്പായിട്ടൊരു മിസൈൽ നമ്മുടെ നേർക്ക് അയക്കാമെന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷത്തിൽ തന്നെ എവിടുന്നാണ് ന്യൂക്ലിയർ മിസൈൽസ് വരുന്നതെന്ന് അറിയാത്ത രീതിയിൽ പാകിസ്ഥാനിലേക്ക് ചൊരിയാൻ നമുക്ക് കഴിയും. അതാണ് ന്യൂക്ലിയർ ക്യാപ്പബിളായിട്ടുള്ള രാജ്യങ്ങളും ആ ഒരു ഫെസിലിറ്റി, സബ്മറീൻ ഫെസിലിറ്റി പാകിസ്ഥാൻ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ചൈനയുടെ ഹെൽപ്പോട് കൂടി ഇനി ഉണ്ടാക്കുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് സബ്മറീൻ അറിയേണ്ടത്. സബ്മറീൻ ലൈഫ് വളരെ ചലഞ്ചിങ് ആണ്. വളരെ ഇടുങ്ങിയ സ്ഥലത്ത് എല്ലാവരും കഴിയണം. ടിൻ റാഷനും റീസൈക്കിൾഡ് വാട്ടറും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മോസ്റ്റ് പ്രൊഫഷണൽസ് അത് വളരെ സേഫ് ആൻഡ് സൗണ്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടും സബ്മറീൻസ്. ഇനി എബോവ് വാർഫെയർ നമുക്ക് നേവിയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റേഴ്സാണ്. ഷിപ്പിന് മുമ്പ് തന്നെ ഹെലികോപ്റ്റർ പോയിട്ട്, അപ്പോൾ നമ്മുടെ കാണുന്ന ദൂരം നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്. ഷിപ്പിൽ നിന്നൊരു 100 മൈൽ അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഷിപ്പ് 150 മൈലിനപ്പുറം കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ആ ഒരു അഡ്വാൻറ്റേജ് ഹെലികോപ്റ്റേഴ്സ് വഴി കിട്ടും. അതുപോലെ തന്നെ ASW ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. ഹെലികോപ്റ്റേഴ്സ് പോയിട്ട് സോണോ ബോയ്സ് ഒക്കെ ഡ്രോപ്പ് ചെയ്ത് സബ്മറീൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇനി സബ്മറീൻ അറിഞ്ഞാൽ തന്നെയും ഷിപ്പ് പോകണമെങ്കിൽ സബ്മറീന് ഷിപ്പിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും ടോപ്പിഡ് വെച്ചിട്ട്. ഹെലികോപ്റ്റർ അവിടെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്മറീന് ചെയ്യാൻ വളരെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു സേഫ്റ്റി കൊണ്ടുണ്ട്. അങ്ങനെ ഹെലികോപ്റ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യും. അതിന് പുറമെയാണ് നമ്മൾ ഫൈറ്റർ ജെറ്റ്സും ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്, എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്ന് മാത്രം. മറ്റുള്ള ഡിസ്ട്രോയേഴ്സും ഫ്രിഗേറ്റ്സിലും എല്ലാം ഹെലികോപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇനി ഇത് എല്ലാം ഇതിന് പുറമെയാണ് ഒരു ബ്രാഞ്ച് നമുക്കുണ്ട്, മാർക്കോസ് എന്ന് പറയും, മറൈൻ കമാൻഡോസ്. ആർമിയിലെ കമാൻഡോ ഓപ്പറേഷൻസുകൾ കേട്ട് കാണും. സ്പെഷ്യൽ ഫോഴ്സുകൾ പോയിട്ട് ആവശ്യം പോലുള്ള ഡാമേജുകൾ ചെയ്യാൻ കഴിയും. അതിനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് എടുത്തിട്ടുള്ളതാണ് കമാൻഡോസ്. വളരെ ഡൈവിങ് എല്ലാം ചെയ്യുന്നതിൽ നിന്ന് സെലക്ട് ചെയ്ത് അത്രത്തോളം സ്റ്റാമിനയും ഡിറ്റർമിനേഷനും ഉള്ളവരെ ആണ് കമാൻഡോസിലെടുക്കുന്നത് സ്പെഷ്യൽ ഓപ്പറേഷൻസിന്. അവർക്ക് ഏത് ഷിപ്പിൽ വേണമെങ്കിലും ഹെലികോപ്റ്ററിൽ പോയിട്ട് ഒരു കയർ വഴി സ്ലിതർ ഡൗൺ ചെയ്ത് ഷിപ്പിനകത്ത് ബോർഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ഷിപ്പ് തന്നെ അതിൽ പോയി അടുത്ത ഒരു മർച്ചൻ്റ് ഷിപ്പോ ഒരു എനിമി ഷിപ്പിൽ പോയി ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനുള്ളതായ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ ഹെലികോപ്റ്ററിൽ പോയിട്ട് അവർക്ക് സ്ലിതർ ഡൗൺ ചെയ്യാൻ പറ്റും. പിന്നെ സബ്മറീൻസിൽ പോയിട്ട് എനിമി ഷിപ്പിൻ്റെ അടിയിൽ മൈൻ വയ്ക്കാനോ എനിമി ഹാർബറിൽ തന്നെ ബോംബ് വയ്ക്കാനോ അതിനുള്ള എല്ലാ കഴിവുകളും മറൈൻ കമാൻഡോസിനുണ്ടാവും. ഇന്ത്യൻ ആർമി കമാൻഡോസ് പോലെ തന്നെയാണ് സ്പെഷ്യൽ ഫോഴ്സസാണ് മറൈൻ കമാൻഡോസ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളും ഷിപ്പുകളും. ഇനി റാങ്കുകൾ പറയുമ്പോൾ ഒബ്വിയസ്ലി സെയിലേഴ്സിൻ്റെ റാങ്കുകളെല്ലാം ബ്രാഞ്ചും പ്രൊഫഷനും അനുസരിച്ചിട്ടാണ്. സീമൻ എന്ന് പറയുമ്പോൾ സീമൻ ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഷിപ്പ് വടം പാസ് ചെയ്യുക, അത് ഗണ്ണ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നതാണ് സീമൻ ബ്രാഞ്ച് എന്ന് പറയും. അവർക്ക് അവരുടേതായ റാങ്ക് സീമൻ സെക്കൻഡ് ക്ലാസ്, സീമൻ ഫസ്റ്റ് ക്ലാസ്, ലീഡിങ് സീമൻ, പെഡി ഓഫീസർ, ചീഫ് പെഡി ഓഫീസർ, മാസ്റ്റർ ചീഫ് പെഡി ഓഫീസർ, അങ്ങനെ പറയാം. അതായത് ആർമിയിൽ ഒരു സിപ്പായി എന്ന് പറയുന്നതായിരിക്കും സീമൻ സെക്കൻഡ് ക്ലാസ് നേവിയിൽ. നായിക് എന്ന് പറയുന്നത് ലാൻസ് നായിക് എന്ന് പറയുന്നത് സീമൻ ഫസ്റ്റ് ക്ലാസ്, ലാൻസ് നായിക് ലീഡിങ്, ഹവിൽഡാർ പെഡി ഓഫീസർ, JC വരുമ്പോൾ നായിബ് സുബേദാറാണ് ചീഫ് പെഡി ഓഫീസർ. സുബേദാർ എന്ന് പറയുന്ന മാസ്റ്റർ ചീഫ് പെഡി ഓഫീസർ സെക്കൻഡ് ക്ലാസ്,
സുബേദാർ മേജർ എന്ന് പറയുന്നത് മാസ്റ്റർ പെരി ഓഫീസർ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയും നേവിയിൽ. അതിന് ഇക്വലൻ്റായിട്ട് എയർഫോഴ്സിലും ഉണ്ട്. ഇനി ബാക്കിയുള്ള ബ്രാഞ്ചുകളിൽ പോകുമ്പോൾ ഏകദേശം ഇത് തന്നെയാണ് ഈക്വലൻസും സ്ട്രക്ചറും ഒക്കെ. പക്ഷേ റാങ്ക് നോമൻക്ലേച്ചർ വ്യത്യാസം വരാം. ഇപ്പോൾ സീമൻ എന്ന് പറയുന്നത് എഞ്ചിൻ റൂമിൽ പോകുമ്പോൾ എഞ്ചിൻ റൂം മെക്കാനിക് എന്നാവും. അല്ലെങ്കിൽ ഇലക്ട്രിക് മെക്കാനിക്കൽ പവർ, ഇലക്ട്രിക് മെക്കാനിക് റേഡിയോ, അങ്ങനെ റാങ്കുകളുണ്ടാവും. പിന്നെ ആർട്ടിഫിഷ്യേഴ്സ് ഉണ്ട്, ഡിപ്ലോമ കഴിഞ്ഞ് നേരിട്ടെടുക്കുന്ന വേഗം തന്നെ GSU ആകത്തക്ക രീതിയിലുള്ള അവർ ആർട്ടിഫിഷ്യേഴ്സ് എന്ന് പറയും. ആർട്ടിഫിഷ്യർ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ചീഫ് ആർട്ടിഫിഷ്യർ, മാസ്റ്റർ ചീഫ് ആർട്ടിഫിഷ്യർ, അങ്ങനെ പല റാങ്കുകളും സെയിലേഴ്സിൻ്റെ കയ്യിലുണ്ട്. ഓഫീസേഴ്സിന് വരുമ്പോൾ നമ്മൾ തുടങ്ങുന്ന റാങ്ക് സബ് ലെഫ്റ്റനൻറ്റ് വെച്ചിട്ടാണ്. അത് ആർമിയിൽ പണ്ടുണ്ടായിരുന്ന സെക്കൻഡ് ലെഫ്റ്റനൻറ്റ്, ഇപ്പോൾ സെക്കൻഡ് ലെഫ്റ്റനൻറ്റ് റാങ്ക് അബോളിഷ് ചെയ്തു. സബ് ലെഫ്റ്റനൻറ്റ്, സെക്കൻഡ് ലെഫ്റ്റനൻറ്റ്. അത് കഴിയുമ്പോൾ ലെഫ്റ്റനൻറ്റ് എന്ന് പറയും നേവിയിൽ. അത് ആർമിയുടെ ക്യാപ്റ്റൻ ആണ്. നേവിയുടെ ലെഫ്റ്റനൻറ്റ് കമാൻഡർ എന്ന് പറയുന്നതാണ് ആർമിയുടെ മേജർ. അടുത്ത ആർമിയുടെ ലെഫ്റ്റനൻറ്റ് കേണൽ എന്ന് പറയുമ്പോൾ നേവിയിൽ കമാൻഡർ. ആർമിയുടെ ഫുൾ കേണലാണ് നേവിയിൽ ക്യാപ്റ്റൻ. അത് കഴിഞ്ഞിട്ട് അടുത്തത് നേവിയിൽ കൊമഡോർ എന്ന് പറയും, ആർമിയുടെ ബ്രിഗേഡിയർ. അത് കഴിയുമ്പോൾ ഫ്ലാഗ് റാങ്ക്സ് ആണ് ജനറൽ ഓഫീസേഴ്സ്. റിയർ അഡ്മിറൽ എന്ന് നേവി പറയുന്നതാണ് മേജർ ജനറൽ ഇൻ ദ ആർമി. ലെഫ്റ്റനൻറ്റ് ജനറൽ എന്ന് ആർമി പറയുന്നത് നേവിയിൽ വൈസ് അഡ്മിറൽ. അത് കഴിയുമ്പോൾ അഡ്മിറൽ ജനറൽ. അവരാണ് സാധാരണയായിട്ട് സർവീസ് ചീഫ്സ് ആകുന്നത്. അതിന് പുറമെ ഒരു റാങ്ക് ഉണ്ട് ഫീൽഡ് മാർഷൽ. അത് ആർമിയിൽ 2 റാങ്ക് കൊടുത്തിട്ടുണ്ട്. ജനറൽ കരിയപ്പ ആദ്യത്തെ ഇന്ത്യൻ ആർമി ചീഫായിരുന്നു. അദ്ദേഹത്തിന് റിട്ടയർ ചെയ്ത് വളരെ കാലം കഴിഞ്ഞിട്ട് ഫീൽഡ് മാർഷൽ റാങ്ക് കൊടുത്തു. മനേക് ഷാ എല്ലാവർക്കും കേട്ട് കാണാം. 71 വാറിൻ്റെ വിക്ടറിയുടെ മെയിൻ ആർക്കിടെക്റ്റ് മനേക് ഷാ ആയിരുന്നു. അദ്ദേഹത്തിന് ഫീൽഡ് മാർഷൽ വളരെ കാലം അദ്ദേഹം ജീവിച്ചിരിക്കുകയും ചെയ്തു, ഫീൽഡ് മാർഷലായിട്ട് തന്നെ. എയർഫോഴ്സിൽ അർജൻ സിംഗിന് എയർ മാർഷൽ ഓഫ് ദ ഫ്ലീറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നേവിയിലാരും ആ റാങ്ക് ഇതുവരെ എത്തിയിട്ടില്ല. അഡ്മിറൽ അല്ലെങ്കിൽ ജനറൽ 4 സ്റ്റാർ ആണ്. അവരാണ് സർവീസ് ചീഫ്. ഇപ്പോൾ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഔട്ട്ലുക്ക് വെച്ചിട്ട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ പ്രൈമറിലി 3 സർവീസും ഏകോപിപ്പിച്ച് പല കാര്യങ്ങളും നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടേതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഏകോപിപ്പിക്കൽ പ്രയാസമുണ്ട്. 2 വേസ്റ്റ് ഓഫ് റിസോഴ്സസ് വരാം. അതെല്ലാം ഏകോപിപ്പിച്ച് ട്രെയിനിങ് എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അങ്ങനെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് അതിൽ പറയുന്ന തിയേറ്റർ കമാൻഡ് എന്ന് പറയും. തിയേറ്റർ കമാൻഡ് വരുമ്പോൾ ഓപ്പറേഷണൽ വൈസ് ഓരോ തിയേറ്റർ കമാൻഡറിനായിരിക്കും ഉത്തരവാദിത്വം. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നേവി കറാച്ചിയിൽ അറ്റാക്ക് ചെയ്യാൻ പോകണമെന്നിരിക്കട്ടെ, എയർഫോഴ്സിൻ്റെ സപ്പോർട്ട് വേണം. കാരണം പാകിസ്ഥാൻ എയർഫോഴ്സ് നമുക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരാണെങ്കിൽ അവരെ നോക്കാനായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ഉണ്ടാവണം. അത് ഇന്നത്തെ നിലയിൽ നേവി ആ റിക്വയർമെൻറ്റ് കമാൻഡിൽ നിന്ന് നേവൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ പ്രൊജക്റ്റ് ചെയ്ത്, നേവൽ ഹെഡ് ക്വാർട്ടേഴ്സ് എയർഫോഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സിൽ പ്രൊജക്റ്റ് ചെയ്ത് അവർ പൂനെയിൽ മാരിടൈം സ്ട്രൈക്ക് ഓതറൈസ് ചെയ്ത് വരുന്ന ആ ഒരു ചെയിൻ ഓഫ് കമാൻഡും ഡിലേയും എല്ലാം ഉണ്ടാകാറുള്ളത്. കൂടുതൽ ഓപ്പറേഷനിൽ കിടക്കുന്നില്ല. അതെല്ലാം ഒരു തിയേറ്റർ കമാൻഡ് വരുമ്പോൾ എല്ലാ 3 സർവീസും ആ ഏരിയയിൽ ഒരു തിയേറ്റർ കമാൻഡറുടെ കീഴിലായിരിക്കും അവിടെ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് എത്രയും സക്സസ്ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു മാരിടൈം തിയേറ്റർ കമാൻഡ് ഉണ്ടാവും നേവിയുടെ കീഴിൽ. നേവൽ ഫോഴ്സും എയർഫോഴ്സും എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തൊക്കെ ഉണ്ടാവും. അമേരിക്ക വളരെ കാലം കൊണ്ട് തിയേറ്റർ കമാൻഡറുകളായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ അത് വളരെ വിജയകരമാണ്. ഓഫ്കോഴ്സ് അമേരിക്ക വേൾഡ് ഓവർ അവരുടെ നേവി ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. അത്രയൊന്നും ഇല്ലെങ്കിലും നമുക്കും നമ്മുടേതായ ആവശ്യങ്ങൾ സാധിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആർമി നേവി എയർഫോഴ്സ് എല്ലാം ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലിരിക്കുന്നത് കൂടുതൽ സ്റ്റാഫ് വർക്കും അവർ അടുത്ത 25 വർഷം ആം ഫോഴ്സ് എങ്ങനെ ആവണം എന്നുള്ള പ്രൊജക്ഷൻ എടുത്ത് എന്ത് ഫോഴ്സ് ഉണ്ടാവണം, ഷിപ്പായാലും എയർക്രാഫ്റ്റ് ആയാലും മാൻ പവർ ആയാലും ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഗവൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ള പ്യുവർ സ്റ്റാഫ് വർക്കായിരിക്കും ഡൽഹിയിലിരിക്കുന്നത്. ഓപ്പറേഷൻസ് എല്ലാം മറൈൻ തിയേറ്റർ കമാൻഡർ വഴി നടപ്പിലാക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഡിഫൻസ് പ്രിപ്പയർഡ്നെസ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. 36 വർഷത്തെ സർവീസിൽ പല എക്സ്പീരിയൻസുകളും ഇവിടെ വിശദീകരിക്കാനൊക്കെ ഇല്ല. അല്ലെങ്കിൽ തന്നെ പറയാം റിട്ടയർഡ് ഓഫീസേഴ്സിന് വേറെ ജോലിയൊന്നുമില്ല, കഥ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ പക്ഷേ എന്നിരുന്നാലും ചെറുതായി ചില ചലഞ്ചിങ് എക്സ്പീരിയൻസസ് ഉണ്ടായത് ഞാൻ എടുത്തു പറയാം. ആദ്യമായിട്ട് ഒന്ന് ഞങ്ങൾ സബ് ലെഫ്റ്റനൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ പോർട്ട് ബ്ലെയറിലെ ഒരു INS ഘടിയാൽ എന്ന് പറഞ്ഞ്
ഒരു ലാൻഡിങ് ക്രാഫ്റ്റിലായിരുന്നു. ലാൻഡിങ് ക്രാഫ്റ്റ് ഷിപ്പിനെ കുറിച്ച് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ആർമി ട്രൂപ്സിനെ കൊണ്ടുപോയിട്ട് എനിമി ഷോറിൽ ബീച്ചിൽ ഷിപ്പുകൾ ബീച്ച് ചെയ്ത് ഇറക്കാമെന്നുള്ളതാണ് ലാൻഡിങ് ഷിപ്പിൻ്റെ പ്രത്യേകത. ബാക്കിയുള്ള ഷിപ്പുകൾക്ക് കരയ്ക്കടുക്കാൻ കഴിയാത്തത് ലാൻഡിങ് ക്രാഫ്റ്റ് ഷിപ്പുകൾക്ക് കരയ്ക്കകത്ത് പോയി ആർമി ട്രൂപ്സ് മാത്രമല്ല ടാങ്ക്സ്, ഹെവി വെഹിക്കിൾസ് ഇതെല്ലാം കൊണ്ടുപോയി ഇറക്കാൻ പറ്റും. അങ്ങനെ ഒരു ഷിപ്പിൽ പോർട്ട് ബ്ലെയറിൽ ഇരുന്നപ്പോൾ പോർട്ട് ബ്ലെയറിൽ നിന്നും വിശാഖപട്ടണത്തായിട്ട് ഞങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ഓർഡർ കിട്ടി. 1982 അത്. അപ്പോൾ അന്നൊക്കെ നമ്മുടെ നാവിഗേഷൻ എന്ന് പറയുന്ന ഷിപ്പ് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നത് നമുക്ക് ചാർട്ടുണ്ട്, അതിൽ ഫിക്സ് ചെയ്യണ പൊസിഷൻ നമ്മൾ നോക്കിയെടുക്കണം. അപ്പോൾ അടുത്താണെങ്കിൽ നമുക്ക് ലൈറ്റ് ഹൗസും പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്, അത് നോക്കി ഷിപ്പ് ഫിക്സ് ചെയ്യാൻ പറ്റും 3 ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ. പോർട്ട് ബ്ലെയർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ഓഷ്യനാണ് വിശാഖപട്ടണത്ത് അടുക്കുന്നത് വരെ. ആ ഓഷ്യനിൽ നമുക്ക് അന്നൊക്കെ ആസ്ട്രോ നാവിഗേഷൻ എന്ന് പറയും, അതായത് ആസ്ട്രോ സയൻസ് വെച്ചിട്ട് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ നോക്കി അവരുടെ പൊസിഷൻ വെച്ചിട്ടാണ് ഷിപ്പിൻ്റെ പൊസിഷൻ നിശ്ചയിക്കുന്നത്. സെക്സ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്, അത് വെച്ചിട്ട് ഇവരുടെ ഓൾട്ടിറ്റ്യൂഡ് എടുക്കുക, ചെറിയ കാൽക്കുലേഷൻ എടുത്തിട്ട് ആ ഒരു പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ ഞങ്ങൾ തുടങ്ങി. ഒരു മെയ് 2-ാം തീയതിയാണെന്ന് തോന്നുന്നു തുടങ്ങിയത് യാത്ര. പിറ്റേ ദിവസം തന്നെ ഒരു സൈക്ലോൺ വാർണിംഗ് ഉണ്ടായിരുന്നു. ശ്രീലങ്കയ്ക്ക് താഴെയായിട്ട് ആ സൈക്ലോൺ രൂപം കൊണ്ട് നോർത്തിലോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് നോർത്തിലോട്ട് മൂവ് ചെയ്യുന്ന സൈക്ലോണും ഞങ്ങൾ പോർട്ട് ബ്ലെയറിൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് വരുന്നതും, ആ സൈക്ലോൺ വളരെ വളരെ ശക്തി പ്രാപിക്കുകയും അതിൻ്റെ ചുറ്റും തന്നെയുള്ള കൊടുങ്കാറ്റ് ഷിപ്പുകളെ ആഞ്ഞുലയ്ക്കാൻ എല്ലാം ചെയ്യാറുണ്ട്. അതിപ്പോൾ സാധാരണയായിട്ടൊരു നല്ലൊരു ഗെയിൽ ഫോഴ്സോ നല്ലൊരു തണ്ടർസ്റ്റോം വന്നാൽ പോലും ഷിപ്പുകൾക്ക് ചെറിയൊരു ആടിയലയിലുണ്ടാവും. പക്ഷെ സൈക്ലോൺ വന്നിട്ട് അതിലോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഷിപ്പ് വളരെയധികം അടിയലാൻ തുടങ്ങി. മൊത്തം നമുക്കറിയാമല്ലോ, കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഒക്കെ ഇവിടെ വരാണെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു, കാർമേഘാവൃതമായി എല്ലാം ഇരുണ്ട് പിടിച്ചിട്ട് ഒന്നും സൂര്യനെ പോലും പുറത്ത് കാണാനില്ല. അപ്പോൾ നക്ഷത്രങ്ങൾ പിന്നെ പറയുകയും വേണ്ട, നമുക്ക് ഷിപ്പിൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്യാൻ കഴിയില്ല. ഇനി ഈ പറഞ്ഞ പോലെ LST എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബോട്ടമാണ്. അപ്പോൾ ഈ വലിയ വേവ്സൊക്കെ വരുമ്പം എടുത്ത് പൊക്കാൻ ഇങ്ങനെ എളുപ്പമാണ്. പൊക്കുന്ന ഷിപ്പ് വേവ്സ് പോകുന്ന തിരിച്ചതുപോലെ വരണമെന്നില്ല, വരുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടായിരിക്കും ഷിപ്പ് കൊണ്ടുപോവുക. ആ ഒലച്ചിലും മറ്റും കാരണം 80% പേരും സീസിക്കാണ്. സീസിക്ക് എന്ന് പറയുന്ന ഒരു അസുഖം എന്ന് പറയാനൊക്കെ നമ്മുടെ വയറിങ്ങനെ ചേൺ ചെയ്താണ്. അപ്പോൾ എന്ത് കഴിച്ചാലും ഉടനെ തന്നെ ഛർദ്ദിക്കുക എന്നുള്ള ഒരു ഇതാണ് സീസിക്ക്. കൂടെ നിന്ന് ജോലി തന്നെ അന്നത്തെ LSTക്ക് കവറേജും ഇല്ല, മഴയും അതെല്ലാം കൊണ്ടിട്ട് വാച്ച് കീപ്പിങ്ങും ചെയ്യണം. ആഹാരം ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം നമുക്ക് ഹോട്ട് പ്ലേറ്റ്സ് ആണ് കിച്ചണിലുള്ളത്, അത് വെച്ചിട്ടാണ് ആഹാരം പാഞ്ഞു വേണ്ടത്. ഒരു ഹണ്ടി എന്ന് പറയുന്ന വലിയ പാത്രം, ഹണ്ടി എന്ന് പറയും, അതെടുത്ത് വെള്ളം തിളപ്പിക്കാൻ പോലും പറ്റില്ല. അത് വയ്ക്കുമ്പോഴത്തേക്ക് തന്നെ അതെല്ലാം കൂടെ മറിഞ്ഞിട്ട് എവിടെയെങ്കിലും വീഴും. അപ്പോൾ ടിൻ റാഷനിൽ സെർവ് ചെയ്യണം. ടിൻ റാഷൻ വച്ചിരിക്കുന്ന സ്റ്റോറും ഫോക്സിൽ എന്ന് പറഞ്ഞാൽ വളരെ മുമ്പാണ്. ലാൻഡിങ് ക്രാഫ്റ്റ് അതിനകത്ത് ട്രൂപ്സ് എല്ലാം കയറ്റുന്നുണ്ട്. അതിൻ്റെ വളരെ നീളമുള്ളൊരു സ്ഥലവുമാണ്. അവിടെ പോകാമെന്ന് പറയുന്നത് അസാമാന്യമായ ധൈര്യവും വേണം, വളരെ ചാൻസ് എടുത്ത് പോകണം. പലരും തയ്യാറാകുന്നില്ലായിരുന്നു. 2 ഓഫീസേഴ്സാണ് പോയി സ്റ്റോർ തുറന്ന് കുറച്ച് റാഷനൊക്കെ എടുത്ത് അനൗൺസ് ചെയ്തിട്ടും ആർക്കും കഴിക്കാൻ നിവൃത്തിയില്ല. അപ്പോഴേക്കും സൈക്ലോണിൻ്റെ ഐ ഓഫ് ദ സ്റ്റോം എന്ന് പറയും, എവിടെ നിന്നാണ് ആ സൈക്ലോൺ ഫോം ചെയ്തും ആ ഐ ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഐക്ക് ഉള്ളെടുത്തേയും ഷിപ്പ് ഭാഗ്യം കൊണ്ട് മുങ്ങാനൊന്നും പോയില്ല. ഞങ്ങളുടെ 180 ടൺ സാധനങ്ങൾ കൊണ്ടുവന്ന കുറേ ഷോറിങ് ടിമ്പേഴ്സ് ഉണ്ടായിരുന്നു, വലിയ തടി കഷ്ണങ്ങൾ. പോർട്ട് ബ്ലെയറിൽ നിന്ന് പല ആവശ്യങ്ങൾക്കായിട്ട് വിശാഖപട്ടണത്തോട്ട് ഞങ്ങൾ കൊണ്ടുവരായിരുന്നു. അതിൻ്റെ കെട്ട് പൊട്ടിയിട്ട് അതും ഫ്രീ ആയി ഫ്ലോ ചെയ്യുന്നു. ടാങ്ക് സ്പേസിൽ വെള്ളം കയറി മുകളിലുള്ള അടപ്പ് വഴിയൊക്കെ പമ്പ് ചെയ്യാനും കഴിയുന്നില്ല. കാരണം ഈ റാക്ക് പീസ് എന്ന് പറഞ്ഞിട്ട് ഷിപ്പ് വൃത്തിയാക്കാനായിട്ട് ഗണ്ണി ബാഗിൽ നമ്മൾ ജൂട്ട് പീസുകൾ, തുണികൾ എല്ലാം കെട്ടി വെച്ചേക്കും. അത് ഇതൊക്കെ പൊട്ടിയിട്ട് വളരെ അപ്പോൾ അനിശ്ചിതമായ ഒരു ഇതായിരുന്നു. പക്ഷെ നമ്മൾ ഇത് എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് 5-ാം ദിവസം നമ്മൾ തിരിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് പോർട്ട് ബ്ലെയറിലോട്ട് സെയിൽ ചെയ്തു. വിശാഖപട്ടണത്തോട്ട് പോകാൻ നിവൃത്തിയില്ല എന്ന് വെച്ചിട്ട് പോർട്ട് ബ്ലെയറിൽ പോകാനായിട്ട് അവിടെ അടുത്തെത്താറായപ്പോഴാണ്
പിന്നെ പോർട്ട് ബ്ലെയറിൽ നിന്ന് എയർക്രാഫ്റ്റ് സർവൈലൻസിന് വരെയും നമ്മുടെ പൊസിഷൻ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യും. അടുത്ത ഹെലികോപ്റ്ററിൽ 2-3 സബ്മേഴ്സിബിൾ പമ്പ് വിട്ടിട്ട് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് 5 ടണ്ണ് നമ്മൾ തിരിച്ച് കരയ്ക്കകത്ത് കയറി. അപ്പോൾ ഇത്തരം ചലഞ്ച് ഇന്നത്തെ ഷിപ്പുള്ളത് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇന്ന് നമ്മുടെ പ്രഡിക്ഷൻ കുറേ കൂടെ ആക്യുറേറ്റ് ആണ്. നമുക്കറിയാം എവിടെ നിന്നാണ് വരുന്നത്. പിന്നെ ലാൻഡിങ് ക്രാഫ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഓഫീസേഴ്സും കുറവാണ്. എൻ്റെ സിഒ തന്നെ ഒരു ലെഫ്റ്റനന്റ് കമാൻഡറാണ്. ഞാൻ പറഞ്ഞ പോലെ 9 വർഷം 10 വർഷം സർവീസുള്ള ഓഫീസറാണ് സിഒ ആയിട്ട് വരുന്നത്. ഞങ്ങളിപ്പോൾ 4-5 സബ് ലെഫ്റ്റനൻറ്റും ഒക്കെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നവരാണ്. ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല. അല്ലെങ്കിൽ സൈക്ലോൺ പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ നമുക്കും ഒരു മറൈൻ ട്രെയിനിങ് ഉണ്ട്. പക്ഷെ അത്രത്തോളം അന്ന് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ അത് ആ എക്സ്പീരിയൻസും ആ നിയമങ്ങളൊന്നും ഇന്നും ഞാൻ മറക്കില്ല. ബോയ് ബാലറ്റ്സ് ലാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സൈക്ലോണിൻ്റെ ഐ കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് ഒരു ചലഞ്ചായിരുന്നു. അത് കഴിഞ്ഞ് 1-2 ബാക്കിയുള്ള സൈക്ലോണുകൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രോയർ എന്ന് പറയുന്നത് അതിനെ രാജ്പുത്തിൽ ഞങ്ങൾ പോകുമ്പോൾ വിശാഖപട്ടണത്തിൽ നിന്ന് മദ്രാസിൽ പോകേണ്ടി വന്നു അത്യാവശ്യമായിട്ട്. അത് പക്ഷേ വളരെ വലിയ ഷിപ്പും ഡിസ്ട്രോയറും സ്റ്റെബിലൈസേഴ്സൊക്കെ ഉള്ള ഷിപ്പും എന്നിട്ടും ചെറിയ റോളിങ്ങും പിച്ചിങ്ങും ഉണ്ടെങ്കിലും നമുക്ക് യാതൊരു അവസരത്തിലൊരു ആശങ്കപ്പെടേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. ഒരു ഷിപ്പിൻ്റെ ആങ്കർ പൊട്ടിയിട്ട് ആ ഷിപ്പിനെ റെസ്ക്യൂ ചെയ്യുക, അതിനാണ് നമ്മൾ പോയത്. അപ്പോൾ അത് ഒരു അപകടം പിടിച്ച ഓപ്പറേഷൻ ആ സമയത്ത് ചെയ്ത് കൊണ്ടുവന്നു. അതെല്ലാം പല അങ്ങനെയുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ വ്യക്തിപരമായിട്ട് തന്നെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ INS കഡ്ലൂർ എന്ന് പറയുന്നത് ഒരു മൈൻ സ്വീപ്പർ ആയിരുന്നു, സിഒ ആയിരുന്നു, ലെഫ്റ്റനന്റ് കമാൻഡർ ആയിരുന്നപ്പോൾ 91 to 93. 92 പാരദ്വീപിലൊരു കോസ്റ്റ് ഗാർഡ് എയർക്രാഫ്റ്റ് സിങ്ക് ചെയ്യുണ്ടായി. അപകടത്തിൽ താഴ്ന്ന് ക്രാഷ് ലാൻഡ് ചെയ്ത് ഷിപ്പിൽ കടലിൽ വീണു. ഫിഷർമാൻ കണ്ട് റിപ്പോർട്ട് ചെയ്തു 10 മീറ്റർ ഒരു 10 നോട്ടിക്കൽ മൈലിനകത്താണ് ഷിപ്പ് എയർക്രാഫ്റ്റ് വീണിട്ട് ബൗൺസ് ചെയ്ത് മുങ്ങി. അപ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു 10 മീറ്റർ ഡെപ്തിനകത്താണ് അവിടെ ഈ സംഗതി നടന്നതെന്ന്. ഭാഗ്യത്തിന് ഫിഷർമാനൊക്കെ ഉടനെ തന്നെ എത്തിയതുകൊണ്ട് പൈലറ്റ്സ് എല്ലാം ഇജക്റ്റ് ചെയ്തു. അവരെ എല്ലാം സേഫായിട്ട് റിക്കവർ ചെയ്ത് അവർ കരയിൽ കൊണ്ടുവന്നു. ഫ്യൂസിലേജ് എല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ മൈൻ സ്വീപ്പർ ആരെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഡെപ്യൂട്ട് ചെയ്തു. മൈൻ സ്വീപ്പേഴ്സിന് നമുക്ക് ഈ പറഞ്ഞ പോലെ മൈൻ ചെറിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഹൈ ഡെഫിനിഷൻ സോണാർസ് ഉണ്ട്. അത് വെച്ചിട്ട് ഫ്യൂസിലേജ് എല്ലാം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോണാർ ഡോം താഴ്ത്തുകയാണെങ്കിൽ ഷിപ്പിൻ്റെ ആഴം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 7.8 മീറ്റേഴ്സ് വരും. 8 മീറ്റേഴ്സ് 9 മീറ്റേഴ്സ് ഡെപ്തിൽ ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശകലം പോലും നമ്മൾ തെറ്റാണെന്നുണ്ടെങ്കിൽ സോണാർ ഡാമേജ് ആവാം, ഷിപ്പ് ഗ്രൗണ്ടിൽ കയറിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. വലിയൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷെ അത് ഹെഡ് ക്വാർട്ടേഴ്സ് ഒന്ന് ചീഫ് സ്റ്റാഫ് തന്നെ പേഴ്സണലി ക്ലിയർ ചെയ്ത് നിങ്ങൾ എക്കോ സൗണ്ടർ വെച്ചിട്ട് 8 മീറ്റർ വരെ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും ധൈര്യമായിട്ട്. എന്ത് വന്നിരുന്നാലും ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ രാവിലെ പോലെ പോവുക, അവിടെ അടിയൊഴുക്കും ഈ സെഡിമെൻസും ചെളി കലങ്ങിയിട്ട് ഉള്ള വെള്ളമാണ്. ആഴം കുറയും തോറും കലക്ക വെള്ളമായിരിക്കും, ആഴം കൂടുമ്പോൾ നല്ല ക്ലിയർ വാട്ടർ വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി ഞാനൊരു 7-8 ദിവസം ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്നു. കാരണം നമ്മൾ അഥവാ കണ്ടുപിടിച്ചാൽ തന്നെയും ഈ മാർക്കോസിൻ്റെ ഡൈവേഴ്സിനോ താഴെ എത്താനുള്ള പ്രയാസം. ഇടയ്ക്ക് കഴിഞ്ഞ വർഷം കണ്ടാണ് ഒരു ലോറി പോയിട്ട് ഡ്രൈവറെ റെസ്ക്യൂ ചെയ്യാനായിട്ട് ഡൈവേഴ്സൊക്കെ പോയിട്ട് കിട്ടാതെ. കാരണം അതുകൊണ്ടാണ് നമ്മൾ പോകുമ്പോൾ ഒഴുക്ക് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ശരിക്കും അവിടെ എത്താനുള്ള പ്രയാസമുണ്ട്. അങ്ങനെ ഉള്ള ചലഞ്ചുകളുണ്ടായിരുന്നു. ഷിപ്പ് എന്തെങ്കിലും അപകടം സംഭവിക്കാതെ കൊണ്ടുപോവുക എന്നുള്ള ഉത്തരവാദിത്വം നടത്തുക. അങ്ങനെ ബാക്കിയുള്ള എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങൾ ട്രിങ്കോമാലിയിൽ ഈ നമ്മുടെ LTTEക്കെതിരായിട്ട് ആർമി പോയപ്പോൾ ഞങ്ങൾ ഒരു ഷിപ്പിൽ രഞ്ജിത്തിലായിരുന്നു. ഞങ്ങൾ പെട്രോളിങ്ങിനുണ്ടായിരുന്നു. ട്രിങ്കോമാലി ഹാർബറിൽ പോവുക വരിക. അപ്പോൾ ഒക്കെ ഏത് സമയം വേണമെങ്കിലും LTTE ഫയർ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒരു അലേർട്ടായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട സ്ഥിതിഗതികൾ വന്നിട്ടുണ്ട്. അങ്ങനെ പല എക്സ്പീരിയൻസും ഉണ്ട്. നെവിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളുണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് അന്നൊക്കെ വളരെ അനലോഗ് കമ്മ്യൂണിക്കേഷൻസാണ്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. വാക്കി ടോക്കിയൊക്കെ വെച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റേഞ്ചൊന്നും കിട്ടില്ല. 2 ഷിപ്പുകൾ തമ്മിലൊരു 5 കേബിൾ എന്ന് പറയുമ്പോൾ 1000 അടി ദൂരത്തിലുള്ള ഷിപ്പുകളാണ്. ഒരിക്കൽ ഞാൻ അടുത്ത ഷിപ്പിനെ വിളിക്കാനായിട്ട് എഫേർട്ട് എടുത്തപ്പോൾ
ഷിപ്പ് സിഒ ഒരു വലിയൊരു ശബ്ദമൊക്കെ ഉള്ള ഒരു ക്യാപ്റ്റൻ ബാൻസിലുണ്ടായിരുന്നു. യു കാൻ ഗെറ്റ് ഇറ്റ്, ഐ വിൽ ഷൗട്ട്, ഹി വിൽ ഹിയർ മീ. അങ്ങനെയുള്ള ജോക്കുകളൊക്കെ കമ്മ്യൂണിക്കേഷനിൽ നിന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നും ഒടുവിൽ 2009 ഞാൻ ഡൽഹി കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സെൻറ്ററിൻ്റെ സിഒ ആയിരിക്കുമ്പോൾ നേവിയുടെ ഏറ്റവും വലിയ പ്രീമിയർ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ അതാണ്. അവിടെ നിന്ന് 2000 മൈൽ അകലെയുള്ള ഷിപ്പുമായിട്ട് വീഡിയോ കോൺഫറൻസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് നേവൽ സ്റ്റാഫുമായിട്ട് റെഗുലറായിട്ട് നടത്തുമായിരുന്നു ഞങ്ങളുടെ സെൻറ്ററിൽ നിന്ന്. അത് അങ്ങനെയുള്ള പ്രോഗ്രസ് കമ്മ്യൂണിക്കേഷൻസിലും മറ്റുമൊക്കെ കണ്ടു. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വന്നു. ഷിപ്പിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓപ്പറേറ്റർ തമ്മിലാണ് മെസ്സേജുകൾ കൈകാര്യം ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് നല്ല ട്രെയിനിങ് ഉണ്ടാവണമെന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്നവർക്കെല്ലാം അവരവരുടെ ലോക്കൽ ലാംഗ്വേജിലായിരിക്കും പ്രൊഫിഷ്യൻസി. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ സേ അഗെയിൻ അതൊക്കെ പ്രാക്ടീസ് ഉണ്ടെങ്കിലും വരാറുണ്ട്. ചിലപ്പോൾ റേഡിയോ കമ്മ്യൂണിക്കേഷനാണ് കാറ്റ് കൂടുതലെന്ന ചില വാക്കുകൾ മിസ്സിങ് ആവാനുള്ള വഴി. അതെല്ലാം പോയിട്ട് ഇന്നെല്ലാം പ്രിൻ്റ് ചെയ്ത് മുമ്പ് വരും. അങ്ങനെ അന്ന് ചേർന്ന അന്ന് മുതൽ ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ വളരെയധികം പ്രോഗ്രസ് ചെയ്തു. നാവിഗേഷനിൽ തന്നെ ഇപ്പോൾ സാറ്റലൈറ്റ് വന്നു. സൂര്യനും ചന്ദ്രനും ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് കാറിലിരുന്ന് GPS ഇട്ട് പോകുന്ന പോലെ GPS നോക്കി പോകാൻ പറ്റും. ഇന്ത്യ നമ്മുടെ തന്നെ ഭാരത് നാവിഗേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻസിന് നമ്മുടേതായ സാറ്റലൈറ്റ് ഉണ്ട്. അങ്ങനെ വളരെ വളരെ മുന്നേറി ഇന്ന് ടെക്നോളജിക്കലി ഫാർ സുപ്പീരിയർ ആയിട്ടുള്ളൊരു നേവിയാണ്. നമുക്ക് ഏർക്കും അതിൽ അഭിമാനിക്കാം.